Hello everyone, welcome to my YouTube channel Pharma Insights by Nandana. LSGD എക്സാമിനേഷൻ കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും കൂടുതൽ ആളുകളും നല്ല ഈസി ആയിരുന്നു എന്ന് തന്നെയാണ് ഫീഡ്ബാക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിന് എല്ലാവർക്കും ഈസിയാണെന്ന് കരുതുന്നു. അതുപോലെ നല്ല മാർക്ക് എല്ലാവരും സ്കോർ ചെയ്തെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്ക് അതിൻ്റെ ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? സോ അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കേരള PSC സൈറ്റിൽ കൊടുക്കാവുന്നതായിരിക്കും കേട്ടോ. അത് ഇത്ര ദിവസം ഉണ്ട്, അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ നോക്കുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമുക്ക് നെക്സ്റ്റ് മന്ത് എയിംസിൻ്റെ എക്സാം വരുന്നുണ്ട്, അതുപോലെ ഗുരുവായൂർ ദിവസത്തിൻ്റെയൊക്കെ എക്സാം വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചാനൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? സർജിക്കൽ പൗഡേഴ്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ടിൻഡലൈസേഷൻ, മോയിസ്റ്റ് ഹീറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ബാക്ടീരിയസൈഡ്. സോ സർജിക്കൽ പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മോയിസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണല്ലോ. സോ അതുകൊണ്ട് നമുക്കിത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ആൻസർ കീയിൽ തന്നിട്ടുള്ളത്. ഇനി ഞാൻ ഓട്ടോക്ലേവ് വാട്ടർ ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് സൂപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. സോ ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ നമ്മൾ ഹൈ പ്രഷറിലല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, 15 പാസ്കൽ പ്രഷറിലാണ് കൊടുക്കുന്നത്. സോ പ്രഷർ കൂടുമ്പോൾ എന്താണ്, ബോയിലിംഗ് പോയിൻറ്റ് കൂടുകയല്ലേ ചെയ്യുന്നത്. സോ ഓട്ടോക്ലേവിൽ നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുന്നത് 121 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുക. സോ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ്, അതായത് 121 ഡിഗ്രി 15 പാസ്കൽ പ്രഷറിലെ കാര്യമാണ് പറഞ്ഞത്, 121 ഡിഗ്രി സെൽഷ്യസിലാണ് വരുന്നത്. സോ ആ ഒരു കേസിൽ നമുക്ക് എന്താണ്, ഗ്രേറ്റർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഓപ്ഷൻ, ദാറ്റ് ഇസ് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും തന്നെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following cannot be used for the sterilization of the packed materials? ഹൈ സ്പീഡ് ഇലക്ട്രോൺസ്, ഗാമ റേസ്, അൾട്രാവയലറ്റ് റേസ്, എക്സ് റേസ്. സോ ഇതിന് ആൻസർ ആയിട്ട് വരുന്ന UV റേസ് തന്നെയായിരിക്കും. കാരണം ഈ ഗാമ ആൻഡ് എക്സ്റേ റേസ് എന്ന് പറയുന്നത് ഹൈ പെനിട്രേറ്റിംഗ് പവറാണ്, നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിൽ ഹൈ സ്പീഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതാണ് എന്താണ്, ഇലക്ട്രോൺ ബീമാണ്. ആ ബീമിനും അതുപോലെ മോഡറേറ്റ് പെനിട്രേഷൻ പവറുണ്ട്. ഓക്കെ, സോ പെനിട്രേഷൻ പവർ ഏറ്റവും കുറഞ്ഞത് UV റേസ് ആണ്. സോ ഇതായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ്, ഫോർ ദ സ്റ്റെറിലൈസേഷൻ ഓഫ് പാക്ഡ് മെറ്റീരിയൽസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എന്താണ്, അഡ്വാൻറ്റേജ് ഓഫ് എഥിലിൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. സോ എഥിലിൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷനിൽ ഫാസ്റ്റ് പ്രോസസ്സ്, നോ ഹസാർഡ് ഓഫ് ഇൻഫ്ലേമബിലിറ്റി, ഇൻഎക്സ്പെൻസീവ് ആൻഡ് ലോ റണ്ണിങ് കോസ്റ്റ്, ഡസ് നോട്ട് ഡാമേജ് മോയിസ്റ്റ് സെൻസിറ്റീവ് സബ്സ്റ്റൻസ്. സോ ഉറപ്പായിട്ടും അഡ്വാൻറ്റേജ് ഓപ്ഷൻ ഡി ആണ് അല്ലേ. സോ ഇതിൽ ബാക്കി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ഫാസ്റ്റ് പ്രോസസ്സ് എന്നുള്ള തെറ്റാണ്, കാരണം ഇതൊരു സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ. അതുപോലെ തന്നെ ഇത് എക്സ്പ്ലോസീവ് ആണ്, അതുപോലെ എന്താണ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ളതാണ്, അതുപോലെ ഫ്ലെയിമബിളും ആണ്. അതുകൊണ്ട് ഈ ഓപ്ഷൻ കറക്റ്റ് അല്ല. പിന്നെ ഇത് എക്സ്പെൻസീവ് ആണ്, റണ്ണിങ് കോസ്റ്റ് ആവശ്യമുള്ളൊരു പ്രോസസ്സും കൂടിയാണ്. സോ അതുകൊണ്ട് ഇത് ഓപ്ഷൻ ഡി തന്നെയാണ് എൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരിക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, എയർ എൻട്രാപ്മെൻറ്റ് എമംഗ് ദ ഗ്രാനുൾസ് ഡ്യൂറിങ് കംപ്രഷൻ മേ ലീഡ് ടു പിക്കിംഗ്, ക്യാപ്പിംഗ്, സ്റ്റിക്കിംഗ് ആൻഡ് മോട്ട്ലേ. സോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5ൻ്റെ ആൻസർ എന്താണ്, ബി വരെ. എയർ എൻട്രാപ്മെൻറ്റ് വന്നിട്ടുണ്ട്, ക്യാപ്പിംഗ് ആയിരിക്കും. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് ഡിസിൻറ്റഗ്രേഷൻ ടൈം ലിമിറ്റ് ഫോർ കൺവെൻഷണൽ ഷുഗർ കോട്ട് ടാബ്ലറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 60 മിനിറ്റ്, 30 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റ്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 60 മിനിറ്റ് ആണ് നമുക്ക് വരിക, ഷുഗർ കോട്ട് ടാബ്ലറ്റ് ആയതുകൊണ്ട് കേട്ടോ. അത് ബാക്കിയുള്ള നമുക്കറിയാം, ഓരോന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിലിം കോട്ടർ എത്രയാണ്, അതുപോലെ തന്നെ അൺകോട്ടർ 50 മിനിറ്റ്, ഫില്ലിംഗ് കോട്ടർ 30 മിനിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഓക്കെ, 60 മിനിറ്റ് ആണ് വരിക. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 7, ദ പോളിമർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എൻട്രി കോട്ടിംഗ്, മീഥൈൽ ഹൈഡ്രോക്സി ഈഥൈൽ സെല്ലോസ് പോവിഡോൺ, പോളിവിനൈൽ അസറ്റേറ്റ് താലേറ്റ്, പോളി എഥിലിൻ ഗ്ലൈക്കോൾ. സോ എൻട്രി കോട്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ സി ആണല്ലേ, പോളിവിനൈൽ അസറ്റേറ്റ് താലേറ്റ്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഇസ് മീഥൈൽ ഹൈഡ്രോക്സി ഈഥൈൽ സെല്ലുലോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് എന്താണ്, ഫിലിം ഫോമിംഗ് ടാബ്ലറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ പോവിഡോൺ എന്ന് പറയുന്നത് എന്താണ്, സാധാരണ യൂസ് ചെയ്യുന്നത് ബൈൻഡിങ് ഏജൻറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് സൊല്യൂബിലൈസർ ഒക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോവിഡോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ PG നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റിസൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ആഫ്റ്റർ കംപ്രഷൻ ഇൻ എ കൺവെൻഷണൽ ടാബ്ലറ്റിംഗ് മെഷീൻ, അപ്പർ പഞ്ച് റിമെയിൻ സ്റ്റേഷനറി ആൻഡ് ലോവർ പഞ്ച് മൂവ്സ് അപ്പ്, അപ്പർ പഞ്ച് റിമെയിൻ സ്റ്റേഷനറി ആൻഡ് ലോവർ പഞ്ച് ഡ്രോപ്സ് ഡൗൺ, അപ്പർ ആൻഡ് ലോവർ പഞ്ചസ് മൂവ്സ് ഡൗൺ, അപ്പർ പഞ്ച് ആൻഡ് ലോവർ പഞ്ച് മൂവ്സ് അപ്പ്. സോ ആഫ്റ്റർ കംപ്രഷന് ശേഷം എന്താണ് നടക്കുന്നത്, അപ്പർ പഞ്ച് ലോവർ പഞ്ച്, അപ്പർ പഞ്ച് മൂവ് ചെയ്ത് മുകളിലേക്കും ലോവർ പഞ്ച് വീണ്ടും മുകളിലേക്ക് മൂവ് ചെയ്താലാണല്ലോ ഇജക്ഷൻ ഓഫ് ടാബ്ലറ്റ് എടുക്കുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദ സ്മോളസ്റ്റ് സൈസ് ഓഫ് ക്യാപ്സൂൾ
ക്യാപ്സൂൾ ഷെല്ല് സൈസ് 000, സൈസ് 3, സൈസ് 5, സൈസ് 1. ഏറ്റവും കുറഞ്ഞ സൈസ് ഏതാണ് ടാബ്ലറ്റിൻ്റെ? ഓപ്ഷൻ സി ആണ്, സൈസ് 5. ഐഡിയലി ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ ഷെൽ ഷുഡ് കണ്ടെയ്ൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ 2 to 5, 12 to 15, 1 to 2, 25 to 30. സോ ഇത് നമ്മൾ ഇന്നലെയും കൂടി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ആൻസർ ബി വരിക 12 to 15% അല്ലേ? ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഐ ഓയിൻമെൻറ്റ് ദാറ്റ് ക്യാൻ ബി പാക്ഡ് ഇൻ എ സിംഗിൾ കണ്ടെയ്നർ ഈസ് 5 gram. സോ കൊളാപ്സിബിൾ ട്യൂബിൽ നമ്മൾ പാക്ക് ചെയ്യും ഐ ഓയിൻമെൻറ്റ് അല്ലേ? അതിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റി എത്ര വരിക? 5 gram. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയല്ലേ തന്നിരിക്കുന്നത്. അടുത്ത ടെസ്റ്റ് ഫോർ സ്റ്റെറിലിറ്റി ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ ഐ ഓയിൻമെൻറ്റ്. ഇത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. നമുക്കറിയാം ഐ ഓയിൻമെൻറ്റിന് ടെസ്റ്റ് ഫോർ സ്റ്റെറിലിറ്റി ഈസ് മാൻഡേറ്ററി. അതുപോലെ തന്നെ ഐ ഓയിൻമെൻറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ ആൻറ്റി ഓക്സിഡൻസ്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐ ഓയിൻമെൻറ്റ് ലൈക്ക് വൈറ്റമിൻ എയുടെ ഒക്കെ ഐ ഓയിൻമെൻറ്റിൽ ആൻറ്റി ഓക്സിഡൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിൽ ഐ ഓയിൻമെൻറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ പ്രിസർവേറ്റീവ്സ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല. മൾട്ടിപ്പിൾ ഡോസ് ഐ ഓയിൻമെൻറ്റ് ആണെങ്കിൽ പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യണം. സോ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ എ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പി എച്ച് റേഞ്ച് ഓഫ് ഡെക്സ്ട്രോസ് ഇഞ്ചക്ഷൻ ഐ പി 7 to 7.5, 3.5 to 6.5, 7.5 to 8.5, നൺ ഓഫ് ദ അബോവ്. സോ പി എച്ച് റേഞ്ച് വരുന്നത് എത്ര? 3.5 to 6.5 അല്ലേ? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എൻ ആൻറ്റി പെർസ്പിരൻറ്റ്? അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ്, സെലീനിയം ഡൈസൾഫൈഡ്, ബേരിയം സൾഫൈഡ്, സോഡിയം ലോറേ സൾഫേറ്റ്. ഓക്കെ, ഏതാ വരിക? സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻറ്റി പെർസ്പിരൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്, അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ് ആണ് നമുക്ക് വരിക. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരുന്നത്. അത് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ലിക്വിഡ് പാരഫിൻ എമൽഷൻ ഐ പി? വാനിലിൻ, ഗ്ലിസറിൻ, ക്ലോറോഫോം വാട്ടർ, സോഡിയം ബെൻസോയിറ്റ്. സോ ഇതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ സി ആണ്, ക്ലോറോഫോം വാട്ടർ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാറ്റോണിക് എമൽസിഫൈങ് ഏജൻറ്റ്? സെട്രൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, ട്രൈ എഥനോൾ അമീൻ സ്റ്റിയറേറ്റ്, ബെൻസത്തോണിയം ക്ലോറൈഡ്. സോ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം കാറ്റോണിക് ബെൻസാൽക്കോണിയം ക്ലോറൈഡും ബെൻസത്തോണിയം ക്ലോറൈഡ് ഉറപ്പായിട്ടും കാറ്റോണിക്കാന്ന് നമുക്കറിയാലോ. അതുപോലെ സെറ്റിൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡുമാണ്. അപ്പോൾ ഇതിൽ ആനോണിക് ആയിട്ടുള്ള ഒരു ഏജൻ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രൈ എഥനോൾ അമൈൻ സ്റ്റിയറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആനോണിക് എമൽസിഫൈങ് ഏജൻ്റാണ് വരുന്നത്. ട്രൈ എഥനോലാമൈൻ എന്ന് പറയുന്ന ഒരു വീക്ക് ബേസ് ആണ് കേട്ടോ. അത് സ്റ്റിയറിക് ആസിഡ്, അതായത് ഫാറ്റി ആസിഡ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ആനോണിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ട്രൈ എഥനോൾ അമൈൻ സ്റ്റിയറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ ആൻസറായിട്ട് നമുക്ക് വരിക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. സെർട്ടൻ സർഫാക്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ബ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റ്. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അതെ. ദ എഫക്റ്റീവ്നെസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻ ഫ്ലോക്കുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വാലൻസ് ഓഫ് ഇറ്റ്സ് അയോൺ. അതും കറക്റ്റാണ്. സെഡിമെൻറ്റ് ഈസ് ഫോം റാപ്പിഡ്ലി ഇൻ ദ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. കറക്റ്റ് അല്ലേ? ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനും നോൺ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം അല്ലേ? ഫ്ലോക്കുലേറ്റഡ് ആകുമ്പോൾ പെട്ടെന്ന് ഒത്തിരി ഫ്ലോക്യൂൾസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സെഡിമെൻറ്റ് ഫോം ചെയ്യും. ഇലക്ട്രോലൈറ്റ്സ് ആഡഡ് ആസ് ഫ്ലോക്കുലൻസ് ഷുഡ് ഹാവ് ദ സെയിം ചാർജ് ആസ് ദാറ്റ് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം, നമുക്ക് ഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ചാർജ് ഉള്ളതായിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. എന്തിനാ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ റെഡ്യൂസ് ദ റിപ്പൾഷൻ ആൻഡ് പ്രൊമോട്ട് ദ അഗ്രിഗേഷൻ. നമുക്ക് പഠിക്കാനുണ്ട് ഫ്ലോക്കുലേറ്റിംഗ് ഇലക്ട്രോലൈറ്റ്സ് ഷുഡ് ന്യൂട്രലൈസ് ദ സർഫസ് ചാർജ് ഓഫ് പാർട്ടിക്കിൾ അല്ലേ, ടു റെഡ്യൂസ് ദ റിപ്പൾഷൻ ആൻഡ് പ്രൊമോട്ട് ദ അഗ്രിഗേഷൻ. സോ ആ ഒരു കേസിൽ നമ്മൾ ഓപ്പോസിറ്റ് ചാർജ് ഉള്ളത് മാത്രം നമുക്ക് ആഡ് ചെയ്യുക. എന്നാലാണ് നമുക്ക് അതെന്താണ് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റിപ്പൾഷനേഴ്സ് കുറച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അഗ്രിഗേറ്റ് ആയിട്ട് വരാനുള്ള ഇതുണ്ടാവുള്ളൂ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഡിഫ്യൂസിബിൾ സോളിഡ് എമംഗ് ദ ഫോളോയിങ്? റുബാർബ് പൗഡർ, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, കയോലിൻ, കലാമിൻ. സോ നമ്മൾ ഇന്നലെ കൂടി ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റൻ ആണിത്. ഇൻഡിഫ്യൂസിബിൾ സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ? ഡിഫ്യൂസിബിൾ ഉണ്ട്, ഇൻഡിഫ്യൂസിബിൾ ഉണ്ട്. ഈ തന്നിരിക്കുന്നതിൽ ഇൻഡിഫ്യൂസിബിൾ കലാമിനാണ് കേട്ടോ. ബാക്കിയുള്ള 3 എന്താണ്? ഡിഫ്യൂസിബിൾ സോളിഡിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഡൈകാൽസ്യം ഫോസ്ഫേറ്റ് ഇൻ ടൂത്ത് പേസ്റ്റ് സെർവ്സ് ആസ് എ ഡിറ്റർജൻറ്റ്, പോളിഷിംഗ് ഏജൻറ്റ്, പ്രിസർവേറ്റീവ്സ്, ഹ്യൂമക്റ്റൻസ്. ഡൈകാൽഷ്യം ഫോസ്ഫേറ്റ് യൂസ് ചെയ്യുന്ന എന്തിനായിട്ടാണ്? പോളിഷിംഗ് ഏജൻ്റ് ആയിട്ടാണ്. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓയിലി സസ്പെൻഷൻ ക്യാനോട്ട് ബി ഗിവൺ ബൈ IM റൂട്ട്. തെറ്റ്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓയിലി സൊല്യൂഷൻസ് ക്യാൻ ബി ഗിവൺ ബൈ IM. ഇൻട്രാത്തിക്കൽ ഇഞ്ചക്ഷൻസ് ആർ ഇഞ്ചക്റ്റഡ് ഇൻ ടു സബാരക്നോഡ് സ്പേസ്. ഇൻട്രാത്തിക്കൽ ഇഞ്ചക്ഷൻ ഷുഡ് ബി ഐസോട്ടോണിക്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് കേട്ടോ. ഇത് നമുക്കറിയാം. നമ്മൾ എന്താണ് ഡിപ്പോട്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കില്ലേ, ഡിപ്പോട്ട്സ്.
ഓക്കെ, ഡിപ്പോട്ട്സ് അല്ലെങ്കിൽ സ്റ്റിറോയിഡിൻ്റെ ഒക്കെ ഇഞ്ചക്ഷൻസ് കൊടുക്കുമല്ലോ, ആ ഒരു കേസിലൊക്കെ നമ്മൾ IM ആയിട്ടല്ല കൊടുക്കുന്നത്, അത് ഓയിൽ സസ്പെൻഷനിലല്ലേ. സോ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, among the following preservative concentration allowed in the eye drop is lowest for ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, ക്ലോർബ്യൂട്ടോൾ, ക്ലോർഹെക്സിഡിൻ അസറ്റേറ്റ്, ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ്. ഏറ്റവും കുറഞ്ഞ കോൺസെൻട്രേഷൻ ഉണ്ടാവേണ്ടത് ഫിനൈൽ മെർക്കുറി നൈട്രേറ്റ് ആണ്. കാരണം എന്താണ്, അത് നമുക്ക് വെരി മൈക്രോഗ്രാം ലെവലിലാണ് അത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം അത്രയും അതിന് മെർക്കുറിയൽ കോമ്പൗണ്ട് അല്ലേ, അതുകൊണ്ട്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ, ദ കാൽഷ്യം കോമ്പൗണ്ട് യൂസ് ടോപ്പിക്കലി ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബേൺസ് ബൈ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. കാൽഷ്യം ലാക്റ്റേറ്റ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്. സോ ഹൈഡ്രോഫ്ലൂറിക് ആസിഡിൻ്റെ ബേൺസിന് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്ന ആൻറ്റിഡോട്ട് ഏതാണെന്ന് അറിയാമോ? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആണ്. ഓക്കെ, 2.5% ജെല്ലോ അല്ലെങ്കിൽ ടോപ്പിക്കൽ സൊല്യൂഷനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആൻറ്റിഡോട്ടാണ് കേട്ടോ ഇത്, ഈ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് എന്ന് പറയുന്നത്. 2.5% ജെല്ലുണ്ട് നമുക്ക്, അതാ കൊടുക്കുക. ഓക്കെ, സബ്സ്റ്റൻസ് ആഡഡ് ആസ് എ സ്റ്റെബിലൈസർ ഫോർ അക്വ സൊല്യൂഷൻ ഓഫ് മിൽക്ക് മൈൽഡ് സിൽവർ പ്രോട്ടീൻ, സോഡിയം ബെൻസോയേറ്റ്, കയോലിൻ ബെൻഡോണൈറ്റ്, ഡൈസോഡിയം കാൽഷ്യം എഡറ്റേറ്റ്. സോ ഇത് നമുക്കറിയാം സ്റ്റെബിലൈസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈസോഡിയം കാൽഷ്യം എഡറ്റേറ്റ് ആയിട്ടല്ലേ. Okay, the concentration of iodine in the strong iodine solution IP is 2%, 5%, 6%, 10%. സോ അത് ചോദിച്ചിരിക്കുന്നത് സ്ട്രോങ് iodine, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു iodine ടിഞ്ചറിൻ്റെ കാര്യം അല്ലേ. സോ ആ സ്ട്രോങ് iodine സൊല്യൂഷൻ വന്നു കഴിയുമ്പോൾ എത്രയാണ്, അതിൽ എത്ര ശതമാനം iodine ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. iodine എത്ര, 10% അല്ലേ വരിക. iodine 10%, പൊട്ടാഷ്യം iodide എത്ര വരിക, 6%. അതല്ല നമ്മൾ iodine 10% വരും, പൊട്ടാഷ്യം iodide എത്ര വരും, 6%. ഇവിടെ iodine ചോദിച്ചിരിക്കുന്നത് 10%, അതായത് 23D ആണ് നമുക്ക് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടാറ്റാർ എമറ്റിക് ഈസ്. ഓക്കെ, സോഡിയം പൊട്ടാഷ്യം ടാറ്റാറേറ്റ്, ആൻറ്റിമണി പൊട്ടാഷ്യം ടാറ്റാറേറ്റ്, സെലീനിയം പൊട്ടാഷ്യം ടാറ്റാറേറ്റ്, അലൂമിനിയം പൊട്ടാഷ്യം ടാറ്റാറേറ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടാറ്റാർ എമറ്റിക് എന്താണ്, ആൻറ്റിമണി പൊട്ടാഷ്യം ടാറ്റാറേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റിഡോട്ട് ഫോർ അയൺ പോയിസണിങ്, പെൻസിലാമിൻ, ഡെസ്ഫെറോക്സാമിൻ, EDTA, ഡയമർ ക്യാപ്രോൾ. ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡെസ്ഫെറോക്സാമിൻ. സ്പിരിറ്റ് ഓഫ് സോൾട്ട് ഈസ് ദ സിനോണിം ഫോർ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, ഹൈഡ്രോഐഡിക് ആസിഡ്, ഹൈഡ്രോഫോസ്ഫറസ് ആസിഡ്, ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്. സോ ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ആണല്ലേ സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്ന് പറയുന്നത്. 27, ദ കണ്ടന്റ് ഓഫ് ക്ലോറിൻ ഇൻ ദ ക്ലോറിനേറ്റഡ് ലൈം ഷുഡ് നോട്ട് ലെസ് ദാൻ 10%, 20%, 30% ആൻഡ് 40%. സോ നമുക്കറിയാം ഇതിൻ്റെ കണ്ടന്റ് എത്രയും കുറയാൻ പാടില്ല. ക്ലോറിനേറ്റഡ് ലൈം അല്ലെങ്കിൽ ക്ലോറിൻ അല്ലെ, ക്ലോറിൻ്റെ കണ്ടന്റ് നോട്ട് ലെസ് ദാൻ 30% വെയിറ്റ് വരിക. ഓക്കെ, അടുത്ത എന്താണ്, സോഡിയം നൈട്രേറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട്, മെക്കാനിക്കൽ ആൻറ്റിഡോട്ട്, കെമിക്കൽ ആൻറ്റിഡോട്ട് ആൻഡ് ഫിസിക്കൽ ആൻറ്റിഡോട്ട്. സോ സോഡിയം നൈട്രേറ്റ് ശരിക്കും എന്തിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. സോഡിയം നൈട്രേറ്റ് പറയുമ്പോൾ ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട് ആയിട്ടാണ് നമുക്ക് വരിക കേട്ടോ. അതുപോലെ സോഡിയം നൈട്രേറ്റ് ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട്, സോഡിയം തയോസൾഫേറ്റ് ആണ് കെമിക്കൽ ആൻറ്റിഡോട്ട് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡ്രഗ്സ് വിച്ച് എക്സ്പെൽ ബ്രോങ്കിയൽ സെക്രീഷൻസ് ആർ കോൾഡ് ആസ്ട്രിജൻറ്റ്, ആൻറ്റിഡസീവ്, എമറ്റിക്സ്, എക്സ്പെറ്റോറൻ്റ് ആണല്ലോ വരിക, അതല്ലേ. അടുത്ത എന്താണ്, ആർഗൈറിയ ഒക്കേഴ്സ് ഡ്യൂ ടു ദ എക്സസീവ് ഡെപ്പോസിഷൻ ഓഫ് ഡാഷ് ഇൻ അവർ ബോഡി, ഗോൾഡ്, സിൽവർ, കോപ്പർ, ലെഡ്. അത് പഠിച്ചതാണല്ലേ. ആർഗൈറിയയുടെ ആൻസർ എന്തിൻ്റെ എക്സസ് ഡെപ്പോസിഷനാണ്, സിൽവറിൻ്റെ ഡെപ്പോസിഷനാണ്. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, വളരെ ഈസി ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അടുത്തെന്താണ്, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ടൈഫോയിഡ് ഫീവർ, സെഫാലെക്സിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ, ക്ലോറാംബ്യൂസിൻ. ഓക്കെ, സോ ടൈഫോയിഡ് ഫീവറിൻ്റെ എപ്പോഴും ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് നമ്മൾ ഏറ്റവും പറയുന്നത് ക്ലോറാംഫെനിക്കോൾ തന്നെയാണ് കേട്ടോ. ടൈഫോയിഡ് ഫീവർ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പറയുന്നത് ക്ലോറാംഫെനിക്കോൾസ് ആണ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ 31 ആൻസർ വരെ സി തന്നെയാണ്. ക്ലോട്രിമോക്സസോൾ കൺസിസ്റ്റ് ഓഫ് ട്രൈമീതോപ്രീം, സൾഫമെതോക്സോൾ ഇൻ ദ റേഷ്യോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതാണ്. 1:2, 1:3, 1:4, 1:5 വരിക. ഓക്കെ, സോ ഇതിൽ ഏതാ ആൻസർ വരും, 1:5 അല്ലേ. 1:5 അല്ലെങ്കിൽ 1:20 എന്നുള്ളതാണ് ഹൈ കോൺസെൻട്രേഷൻ ബോഡിയിൽ അച്ചീവ് ചെയ്യുന്ന ബ്ലഡിൽ. ഓക്കെ, ചേച്ചി സ്പീഡിലാട്ടോ പറഞ്ഞു പോകുന്നത്, പെട്ടെന്ന് അറിയാമല്ലോ, ആൻസറൊക്കെ എല്ലാവർക്കും കിട്ടിയതാണ്. ഡിസ്കസ് ചെയ്യുമ്പോൾ സ്പീഡിൽ ഡിസ്കസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഫ്ലൂറോയുറാസിൽ ഈസ് എ പ്യൂരിൻ അനലോഗ്, പിരമിഡിൻ അനലോഗ്, ടെറിഡിൻ അനലോഗ്, ഫോളിക് ആസിഡ് അനലോഗ്. ഫ്ലൂറോയുറാസിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പിരമിഡിൻ അനലോഗ് അല്ലേ, പിരമിഡിൻ അനലോഗാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഓട്ടോടോക്സിറ്റി ആൻഡ് നെഫ്രോടോക്സിറ്റി ഈസ് ദ മെയിൻ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ബീറ്റ-ലാക്ടം ആൻറ്റിബയോട്ടിക്സ്, മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക്സ്, അമിനോഗ്ലൈക്കോസൻ ആൻറ്റിബയോട്ടിക്സ്, ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നോൺ എന്ന് പറയുമായിരുന്നു ഞാൻ അല്ലേ. അമിനോഗ്ലൈക്കോസൻ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ നോൺ എന്നാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ പഠിച്ചത്. നോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് എൻ നെഫ്രോടോക്സിസിറ്റി, O ഫോർ ഓട്ടോടോക്സിസിറ്റി, N ഫോർ ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ ഓർക്കാൻ എളുപ്പത്തിൽ കോഡ് പഠിച്ചത്. അമിനോഗ്ലൈക്കോസൻ ആൻറ്റിബയോട്ടിക് ആണ് കേട്ടോ വരിക. ആൻസർ 34C വരിക. എക്സാമ്പിൾ ഓഫ് ആൽഫ അഡ്രിനർജിക് ബ്ലോക്കർ,
ടൊളസോസിൻ, പ്രൊപ്പറനോൾ, പ്രാക്ടലോൾ, അസിബുട്ടലോൾ. സോ ഇതിൽ എക്സാമ്പിൾ ഓഫ് ആൽഫ ബ്ലോക്കർ ഏതാണ്? ആൽഫ അഡ്രിനർജിക് ബ്ലോക്കർ വരെ ഓപ്ഷൻ എ അല്ല വരുന്നത്, ടൊളസോസിനാണ് നമുക്ക് വരിക. ഓക്കെ, ഇത് β2 ബ്ലോക്കേഴ്സ് അല്ലേ, β2 ബ്ലോക്കറാണ്. ഓക്കെ, അടുത്തെന്താണ്? അത് ആൻറ്റിബയോട്ടിക് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ജീനസ് സ്ട്രെപ്റ്റോമൈസസ്. ഓക്കെ, സ്ട്രെപ്റ്റോമൈസസ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ആൻറ്റിബയോട്ടിക്കാണ് ചോദിച്ചിരിക്കുന്നത്. നിയോമൈസിൻ, ജെൻഡാമൈസിൻ, എറിത്രോമൈസിൻ ആൻഡ് ആംഫോടെറിസിനാണ് നമുക്ക് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താ വരിക? ജെൻഡാമൈസിനാണ് വരിക. ജെൻഡാമൈസിനാണ് നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, ഈ ജെൻഡാമൈസിൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മൈക്രോ മോണോസ്പോറ പർപ്യൂറയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്കത് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. ജെൻഡാമൈസിൻ മാത്രമാണ് ജെൻഡാമൈസിനും സിസോമൈസിനും ഓക്കെ മൈക്രോ മോണോസ്പോറയിൽ നിന്ന് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രഗാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ നിയോമൈസിൻ എന്നുള്ളത് സ്ട്രെപ്റ്റോമൈസിസ് ഫ്രാഡിയെ എന്നുള്ള സ്പീഷീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ എറിത്രോമൈസിൻ ഏതാണ്? എറിത്രോമൈസിൻ സ്ട്രെപ്റ്റോമൈസിസ് എറിത്രിയസ്. ഓക്കെ, അതിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ആൻറ്റി ഫംഗൽ മെഡിക്കേഷനായിട്ടുള്ള തന്നിട്ടുള്ള ആംഫോടെറിസിൻ എന്ന് പറയുന്നതാണ് സ്ട്രെപ്റ്റോമൈസിസ് നോഡോസസ്. ഓക്കെ, അതിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ഇത് ഓപ്ഷൻ ഏതാണ് വരിക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ആൻറ്റി മലേറിയ ഡ്രഗ്സ് എക്സെപ്റ്റ് പൈറസിനാമൈഡ്, പിരിമീഥാമിൻ, പ്രൊമാക്യൂൻ, പ്രൊഗ്വാനിൽ. ഓപ്ഷൻ എ ആണ് വരുന്നത്, പൈറസിനാമൈഡ് വരിക. അതെന്താണ്? ആൻറ്റി ട്യൂബർക്കുലർ മെഡിക്കേഷൻ ആണ് അല്ലേ. ലിബ്രിയം ഈസ് എ ട്രേഡ് നെയിം ഓഫ് ക്ലോർപ്രൊമസിൻ, പ്രോക്ലോർപെരാസിൻ, ട്രൈഫ്ലൂവോപെരാസിൻ, ക്ലോർ ഡൈസപ്പോക്സൈഡ്. ലിബ്രിയം ആരുടെ ട്രേഡ് നെയിമാണ്? ക്ലോർ ഡൈസപ്പോക്സൈഡിൻ്റെ ട്രേഡ് നെയിമാണ് നമുക്ക് ലിബ്രിയം എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? അത് എത്ര 38 ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ 38D ആണ്. ഓക്കെ, അടുത്ത 39 ഡാഷ് ഇസ് എ കൊളൈനെസ്ട്രേസ് റീആക്ടിവേറ്റേഴ്സ്. പിരിഡോസ്റ്റിഗ്മിൻ, പ്രാലിഡോക്സിൻ, പൈലോകാർപ്പിൻ ആൻഡ് ഫൈസോസ്റ്റിഗ്മിൻ. സോ കൊളൈനെസ്ട്രേസ് റീആക്ടിവേറ്റേഴ്സ് ഏതാണ് വരിക? ഓപ്ഷൻ ബി അല്ലേ വരുന്നത്, പ്രാലിഡോക്സിം ആണ് നമുക്ക് വരിക. ഓക്കെ, 39B ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റി നിയോപ്ലാസ്റ്റിക് ആൻറ്റിബയോട്ടിക്. ലിങ്കോമൈസിൻ, സ്പെക്റ്റിനോമൈസിൻ, ഡാക്റ്റിനോമൈസിൻ, അതുപോലെ വാങ്കോമൈസിൻ. ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഇന്നലെ പറഞ്ഞാണിത്. ആൻറ്റി നിയോപ്ലാസ്റ്റിക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡാക്റ്റിനോമൈസിൻ അഥവാ ആക്റ്റിനോമൈസിൻ ഡി. ഈ ഡ്രഗാണ് നമുക്ക് ആൻറ്റി നിയോപ്ലാസ്റ്റിക് ആൻറ്റിബയോട്ടിക് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് ഡിജോക്സിൻ. ഡിജിറ്റാലിസ് പർപ്യൂറ, ഡിജിറ്റാലിസ് ലൂട്ടിയ, ഡിജിറ്റാലിസ് ലെനേറ്റ, ഡിജിറ്റാലിസ് തപ്സി. കമേഴ്ഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഫോമാണ്? വെറൈറ്റിയാണ് ഡിജിറ്റാലിസ് ലെനേറ്റയാണ് നമ്മൾ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, കൂടുതലായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫാമിലി ഓഫ് കമ്മിഫോറ മോൾമോൾ, ബുർസെറേഷ്യ, ലെഗുമിനോഷെ, ജെൻഡിയാനേസെ ആൻഡ് ഡിലിയേസിയെ. ബുർസെറേഷ്യല്ലേ വരുന്നത്, കമ്മിഫോറ മോൾമോളിൻ്റെ ഫാമിലി. സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഫ്രോഡ്സ് റിയേജൻറ്റ് വിത്ത് എമറ്റിൻ ഗീസ്. റെഡ് കളർ, ബ്രൈറ്റ് ഗ്രീൻ കളർ, പിങ്ക് ടു റെഡ് കളർ, യെല്ലോ കളർ. സോ ഫ്രോഡ്സ് റിയേജൻറ്റ് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് നമുക്ക് ഏതിൻ്റെ ഇപ്പിക്കാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പിക്കാക്കിൻ്റെ ടെസ്റ്റാണ് വരുന്നത്. ആ ഒരു ടെസ്റ്റിൽ നമ്മൾക്ക് ശരിക്കും എംറാൾഡ് ഗ്രീൻ കളർ ഫോം ചെയ്യും നമ്മൾ പഠിച്ചല്ലേ, ഇതിൽ ബ്രൈറ്റ് ഗ്രീൻ കളർ. ഓക്കെ, സോ ആ ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് നമുക്ക് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 44ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ക്രോഫിഗ് ഇസ് എ സിനോണിം ഓഫ് എർഗോട്ട്, ഗൊക്രു, നട്ട്മെഗ്, നക്സോമിക്ക. ഈ നട്ട്മെഗും നക്സോമിക്ക ഒക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ചിട്ട് തന്നെ ഉത്തരം എഴുതണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം അല്ലേ. നക്സോമിക്കയുടെ ആണ് വരിക കേട്ടോ. അടുത്ത, തിന്നവിലി സെന്ന കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ലീഫ്ലെറ്റ് ഓഫ് ദി കാഷ്യ ഒബവേറ്റ, കാഷ്യ ഓർക്കുലേറ്റ, കാഷ്യ അംഗുസ്റ്റിഫോളിയ, കാഷ്യ അക്യൂട്ടിഫോളിയ. സോ തിന്നവില്ലി സെന്ന, അലക്സാണ്ടർ സെന്ന പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തിന്നവില്ലി സെന്നയുടെ സോഴ്സ് എന്ന് പറഞ്ഞതാണ് കാഷ്യ അംഗുസ്റ്റിഫോളിയാണ് കേട്ടോ. ഓക്കെ, ദ ഗ്ലൈക്കോസൈഡ് പ്രസന്റ് ഇൻ ദ സിങ്കോൺ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. കിനോവിൻ, സിങ്കോണിൻ, നെറിഫോളിൻ ആൻഡ് കാർബനോസൊലോൺ. ഓക്കെ, സോ ഇതിൽ വരുന്ന ക്യുനോവിൻ അല്ലേ വരുന്നത്. ഗ്ലൈക്കോസൈഡ്സ് നമ്മൾ പറഞ്ഞു, ഗ്ലൈക്കോസൈഡ് ഉള്ളത് സിങ്കോണിലുള്ളത് ക്യുനോവിനാണ് വരുന്നത്. ബാക്കിയൊക്കെ എന്താണ്? ആൽക്കലോയിഡ്സ് അല്ലേ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിങ്കോണിൻ എന്നുള്ളൊരു ക്യുനോവിൻ എന്നുള്ളൊരു ഗ്ലൈക്കോസൈഡാണുള്ളത് നമുക്ക് ഈ പറഞ്ഞ സിങ്കോണിൽ. 46 ആൻസർ എ ആയിട്ടാണ് വരിക. ഓക്കെ, അടുത്ത, നമ്പർ ഓഫ് സെക്കൻഡറി റിഡ്ജസ് പ്രസൻറ്റ് ഇൻ ദ ഫെണൽ. ഫെണലിൽ എത്ര സെക്കൻഡറി റിഡ്ജസ് ഉണ്ട്? 4, 5, 6 ആൻഡ് നോ സെക്കൻഡറി റിഡ്ജസ്. സോ ഫെണലിൽ എനിക്ക് സെക്കൻഡറി റിഡ്ജസ്, നോ സെക്കൻഡറി റിഡ്ജസ് തന്നെയാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു 5 ആയിട്ടുള്ള പ്രൊമിനൻറ്റ് പ്രൈമറി റിഡ്ജസ്, 5 പ്രൈമറി റിഡ്ജസ് നമുക്കതിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ 3 to 5 വിറ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ പഠിച്ചപ്പോൾ. അതുപോലെ ഇതിൽ നോ സെക്കൻഡറി റിഡ്ജസ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയറക്റ്റീവ് ഡ്രഗ്? പുനർനവ, ഗുഗുൾ, കുർക്കുമ, കാസ്ട്രോയിലും.
സോ പുനർനവ്യല്ലേ ഡയോറിറ്റിക് മെഡിക്കേഷനായിട്ട് വരുന്നത് 48A. ഓക്കെ, അടുത്ത് വരുന്നത് കമ്പൈൻഡ് അംബിലിഫറോൺ ടെസ്റ്റ് പോസിറ്റീവ് ഫോർ പെരിവിങ്കിൾ, ബിഷോഫ് വീഡ്സ്, ഡെവിൾസ് ഡങ്, സെൻറ്റ് ജോൺസ് വോട്ട്. സോ ഇതൊക്കെ സിനോണിംസ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സോ ഡെവിൾസ് ഡങ് ആണ് വരെ അസഫീറ്റഡ്, ഡെവിൾസ് ഡങ് എന്ന് പറഞ്ഞാൽ അസഫീറ്റഡ് ആണ്, അതിൻ്റെ അംബിലിഫറോൺ ടെസ്റ്റ് അതിനാണ് പോസിറ്റീവായിട്ട് നമുക്ക് വരുന്നത്. ഹിഡ്നോകാർപ്പിക് ആസിഡ് ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പ്രസൻറ്റ് ഇൻ ഗൈനോകാർഡിയ ഓയിൽ, അഡപ്പസ് ലൈൻ ആൻഡ് എന്താണ് കൊക്കോ ബട്ടർ, മാർഗോസ ഓയിൽ. ഓക്കെ, ഹിഡ്നോകാർപ്പിക് ആസിഡ് വരുന്നത് ഏതിൻ്റെയാണ് മെയിൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരുന്നത്? 5 ഗൈനോകാർഡിയ ഓയിലിൻ്റെയാണ് നമുക്ക് മെയിൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ് ഹിഡ്നോകാർപ്പിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ 20 മിനിറ്റ് ആയില്ലേ. സോ നമ്മൾ ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഇതിൽ തന്നിട്ടുള്ള ആൻസർ കീഴിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒന്നുകൂടി നോക്കി കൺഫേം ചെയ്തിട്ടൊക്കെ നോക്കിയതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് തെറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരള PSC സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആൻസർക്കിൽ മാച്ചല്ലെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണോ ഇതിൽ പറയുന്ന കേരള PSC നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, അതിനെക്കുറിച്ച് പറയാവുന്നതാണ് കേട്ടോ. സോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിരുന്നു വിചാരിക്കുന്നു. ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത്, ബാക്കി 50 ക്വസ്റ്റ്യൻ നമുക്കൊരു എഗെയിൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് നമ്മളുടെ കൂടുതൽ എയിംസിൻ്റെ ഒക്കെ നാളെ മുതൽ എയിംസിൻ്റെ ഒക്കെ 20 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ ദിവസത്തിൻ്റെ നമുക്ക് മാക്സിമം നോട്ട്സും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കുറേ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടല്ലേ. സോ നിങ്ങൾക്ക് അതൊക്കെ ഒരു ഐഡിയ കിട്ടും, പെട്ടെന്ന് ഐഡിയയും കിട്ടും, നിങ്ങൾക്കത് പെട്ടെന്ന് ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.